ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എ സി സർക്യൂട്ടിൻ്റെ അടുത്ത എക്സാമ്പിളാണ്. അതായത് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട്. പ്യുവർലി കപ്പാസിറ്റീവ് മീൻസ് ഒരു സർക്യൂട്ടിൽ ഒരു എ സി സർക്യൂട്ടിൽ എ സി വോൾട്ടേജ് സോഴ്സിൻ്റെ കൂടെ ഒരു കപ്പാസിറ്റർ മാത്രമാണ് ഉള്ളതെങ്കിൽ നമുക്ക് പ്യുവർലി കപ്പാസിറ്റീവ് സർക്യൂട്ട് എന്ന് പറയാം. അതായത് കൺസിഡർ an AC circuit having an AC voltage source connected with a capacitor of capacitance C. Let I be the current through the circuit at any instant. ഇനി നമുക്ക് ആ സർക്യൂട്ട് ഒന്ന് വരച്ച് നോക്കാം. അതായത് ഒരു എ സി സോഴ്സ്, ഈ ഒരു കപ്പാസിറ്റർ സി, ഇത് E=E0 sin ωt. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യണം? ഈ സർക്യൂട്ട് സോൾവ് ചെയ്യണം. നമുക്ക് അറിയാം, നമ്മുടെ ലക്ഷ്യം നമുക്ക് ഐ എന്താണെന്ന് കണ്ടെത്തണം. ഈ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് ഐ എന്താണെന്ന് കണ്ടെത്തണം. പിന്നെ പവർ എന്താണെന്ന് കണ്ടെത്തണം. പിന്നെ ആവറേജ് പവർ എന്താണെന്ന് നമുക്ക് കണ്ടെത്തേണ്ടതുണ്ട്. ഓക്കെ, നേരത്തെ പോലെ തന്നെ. സോ അനാലിസിസ് ഓഫ് സർക്യൂട്ട്. ആദ്യം എന്ത് ചെയ്യാം? അപ്ലൈയിങ് കിർച്ചോഫ് ലൂപ്പ് റൂൾ ഓൺ ദ സർക്യൂട്ട്. കിർച്ചോഫ്സ് ലൂപ്പ് റൂൾ എന്ത് ചെയ്യാം? ഈ സർക്യൂട്ടിൽ അപ്ലൈ ചെയ്ത് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി ഒന്നും കൂടി ഞാൻ സർക്യൂട്ട് മാറ്റി വരയ്ക്കുന്നു. സി E=E0 sin ωt. അപ്പോൾ നമ്മൾ പറഞ്ഞു എ സി വോൾട്ടേജ് ആകുമ്പോൾ അത് ഓസിലേറ്റിംഗ് വോൾട്ടേജ് ആണ്. അതിന് പോസിറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഹാഫ് സൈക്കിൾ ഉണ്ട്. നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. ആ ഇൻസ്റ്റൻറ്റിൽ ഇവിടെ പോസിറ്റീവാണ്, ഇങ്ങനെയാണ് ആ ഇൻസ്റ്റൻറ്റിലെ വോൾട്ടേജ് എന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഇങ്ങനെ വരുന്നൊരു കേസ് ഉണ്ടാവുമല്ലോ ആ എ സി സൈക്കിളിൽ. അപ്പോൾ ഈ സൈക്കിളിൽ നമ്മൾ ഈ സർക്യൂട്ടിനെ കൺസിഡർ ചെയ്യണം. ആ സമയത്ത് കറണ്ടിൻ്റെ ഫ്ലോ എങ്ങനെ ആയിരിക്കും? പോസിറ്റീവ് ടു നെഗറ്റീവ്, ഇതൊക്കെ അതുപോലെ തന്നെ ഇങ്ങനെ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? പ്ലസ്, ഇവിടെ മൈനസ്. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം? നേരത്തെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ കിർച്ചോഫ് ലൂപ്പ് റൂള് പ്രയോഗിച്ച പോലെ നമുക്കിവിടെ അപ്ലൈ ചെയ്യാം. കിർച്ചോഫ്സ് ലൂപ്പ് റൂള് ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ ഇ എം എഫിൻ്റെ ഡയറക്ഷൻ എന്താണ്? നമ്മൾ ഈ ഡയറക്ഷനിലാണ് മൂവ് ചെയ്യുന്നത് നിൽക്കുക. കിർച്ചോഫ് ലൂപ്പ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മളൊരു ഡയറക്ഷൻ കൺസിഡർ ചെയ്യണം. നമ്മൾ ഈ സർക്യൂട്ടിൽ മൂവ് ചെയ്യുന്ന, അങ്ങനെ
നമ്മളിങ്ങനെ ഒരു ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് നമ്മൾ ചൂസ് ചെയ്തതെങ്കിൽ ഈ എ സി സോഴ്സിൻ്റെ ഡയറക്ഷൻ എന്താണ് -2 പ്ലസ് ആണ്. അപ്പോൾ അത് പ്ലസ് ഇ, കപ്പാസിറ്ററിൽ +2 മൈനസ് ആണ്. അപ്പോൾ മൈനസ്, ഡിക്രീസിങ് പൊട്ടൻഷ്യൽ ആയതുകൊണ്ട് നെഗറ്റീവ്. ഓക്കെ, കപ്പാസിറ്ററിൻ്റെ അക്രോസ് ഉള്ള പൊട്ടൻഷ്യൽ എന്തായിരിക്കും? Q/C = 0. ഇത് അൾജിബ്രായിക് സം = 0. എന്തുകൊണ്ട് അവിടെ Q/C ആയത്? ബിക്കോസ് we know that for a capacitor Q is equal to CV or V is equal to Q/C. നമുക്കറിയുന്ന കാര്യമാണ്. ഓക്കെ, അതുകൊണ്ട് അതിങ്ങനെ ആയത്. ഇനി നമ്മൾ എന്ത് ചെയ്യാം? E is equal to Q/C, Q is equal to EC, but E is equal to E0 sin omega t. കൊടുത്താൽ എന്താവും? E0 sin omega t into C, that is E0 C sin omega t. ഓക്കെ, ഇനി നമുക്കറിയാം നമുക്ക് എന്താ വേണ്ടത്? വി വാണ്ട് ടു ഫൈൻഡ് ഐ. നമുക്ക് ഐ കണ്ടെത്താനാണുള്ളത്. നമുക്കറിയാം ഐ എന്ന് പറഞ്ഞാൽ എന്താ? കറൻറ്റ് ഈസ് ഈക്വൽ ടു dQ/dt. അതായത് ഒരു കണ്ടക്ടറിലൂടെ ഒരു സെക്കൻഡിൽ ഫ്ലോ ചെയ്യുന്ന ചാർജിൻ്റെ എമൗണ്ടാണ് കറൻറ്റ്, അതായത് dQ/dt. നമുക്ക് Q എന്താ നമുക്കിവിടെ കിട്ടി, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. d/dt of E0 C sin omega t. ഓക്കെ, ഇതാക്കിയാൽ E0 കോൺസ്റ്റൻ്റ് ആണ്, കപ്പാസിറ്റൻസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അത് പുറത്ത് വരും. അപ്പോൾ എന്താവും? E0 C ഒമേഗ കോസ് ഒമേഗ ടി. ഓക്കെ, therefore I is equal to E0 C omega cos omega t. ഓക്കെ, ഇതാണ് നമ്മുടെ ഐന് നമുക്ക് കിട്ടിയ എക്സ്പ്രഷൻ. നമുക്കറിയാം കോസ് ഒമേഗ ടിക്ക് എന്തില്ല? ഡയമെൻഷൻ ഒന്നുമില്ല. അപ്പോൾ സോ ഇതിനെന്തായാലും ഒരു ഐൻ്റെ ഡയമെൻഷൻ ആയിരിക്കും. അതുകൊണ്ട് ഈ കോൺസ്റ്റൻറ്റ് നമ്മൾ I0 എന്ന് വിളിച്ചു. I = I0 cos omega t, where I0 is equal to E0 C omega. ഓക്കെ, അപ്പോൾ നമുക്ക് കറൻറ്റിനുള്ള എക്സ്പ്രഷൻ കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നേരത്തെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ ചെയ്ത പോലെ തന്നെ കറൻറ്റിനെ വോൾട്ടേജുമായി കമ്പയർ ചെയ്യാം. വി ഓൾറെഡി ഹാവ് V is equal to V0. V നമ്മൾ E ആണ് സെലക്ട് ചെയ്തത്, അപ്പോൾ E എന്ന് കൊടുക്കുക. ഹാവ് E is equal to E0 sin omega t. കമ്പയർ, ഇതിനെ രണ്ടും നമ്മൾ കമ്പയർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിനെ കമ്പയർ ചെയ്യണമെങ്കിൽ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ കോസാണ്, ഇവിടെ സൈനാണ്. ഇയിൽ എന്താണ്? സൈനാണ്. ഐയിൽ കോസാണ്. അപ്പോൾ ഒന്നെങ്കിൽ സൈനിനെ കോസിൻ്റെ ടേമിൽ കൊണ്ടുവരാം, അല്ലെങ്കിൽ കോസിനെ സൈനിൻ്റെ ടേമിൽ കൊടുത്താൽ ഒന്നും കൂടി നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാവും. അതുകൊണ്ട് നമ്മൾ ഐയിലുള്ള കോസിനെ നമ്മൾ സൈനിൻ്റെ ടേമിലേക്ക് കൊണ്ടുവരാൻ നോക്കും. അപ്പോൾ നമുക്കറിയാം സൈൻ ഓഫ് തീറ്റ പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് കോസ് തീറ്റ അല്ലേ? കാരണം തീറ്റ പ്ലസ് π/2 എന്ന് പറഞ്ഞാൽ ഈ ക്വാഡ്രൻറ്റിലാണ് വരിക. സെക്കൻഡ് ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്. ASTC അല്ലേ? അപ്പോൾ ഈ ക്വാഡ്രൻറ്റിൽ സൈന് പോസിറ്റീവാണ്. അപ്പോൾ ഇവിടെ π/2 ആയതുകൊണ്ട് ഈ സൈന് കോസായി മാറും. പിന്നെ സെക്കൻഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് ഇവിടെ +2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ കോസ് തീറ്റനെ തിരിച്ചിങ്ങോട്ട് മാറ്റിക്കൂടെ? മാറ്റാം. ഇവിടെ കോസ് ഒമേഗ ടി എന്ന് പറഞ്ഞാൽ തീറ്റൻ്റെ സ്ഥാനത്ത് ഒമേഗ ടി ആണ്. അപ്പോൾ തീറ്റ ഈസ് ഈക്വൽ ടു ഇയർ ഒമേഗ ടി ആണ്. സോ നമുക്ക് കോസ് ഒമേഗ ടീൻ്റെ പകരം നമുക്ക് എന്ത് ചെയ്യാം? കോസ് ഒമേഗ ടി ഈസ് ഈക്വൽ ടു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് π/2 എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ I = I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2. ഓക്കെ,
ഐ ഈക്വൽ ടു I0 ഇൻറ്റു സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. പ്രശ്നം സൈൻ ഓഫ് ഒമേഗ ടി പ്ലസ് പൈ ബൈ 2. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? ഇനി നമുക്ക് കമ്പയർ ചെയ്യാൻ എളുപ്പമാണ്. കാരണം നമുക്കറിയാം വി ഓൾറെഡി ഹാവ് എന്താണ് E0 സൈൻ ഒമേഗ ടി. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഐൻ്റെ ആംപ്ലിറ്റ്യൂഡ് സ്വാഭാവികമായിട്ടും വ്യത്യാസം ഉണ്ടാകും. പിന്നെന്താ വ്യത്യാസം? ഫേസിൽ കമ്പയർ. നൗ കമ്പയർ ദ ഫേസസ്, ഫേസ് ഫാക്ടേഴ്സ്. Compare the phase factors of E and I. ഐയിലെയും ഇൻ്റെയും ഫേസ് ഫാക്ടർ കമ്പയർ ചെയ്താൽ നമുക്ക് മനസ്സിലാവും ഐ എന്ത് ചെയ്യും? ഐ ഈസ് ലീഡിങ് E by a phase factor pi by 2. Okay, that is for pure capacitive circuit. ഇത് വേറെ കളറിൽ എഴുതാം. In pure capacitive circuit, current leads voltage by a phase factor pi by 2. നേരത്തെ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ എന്താ? കറൻറ്റ് ആൻഡ് വോൾട്ടേജ് ആർ ഇൻ ഫേസ്. ഇവിടെ എന്താണ്? കറൻറ്റ് ലീഡ്സ് പൊട്ടൻഷ്യൽ ബൈ എ ഫേസ് ഫാക്ടർ പൈ ബൈ 2. മറ്റൊരു തരത്തിൽ പറയുകയാണെങ്കിൽ വോൾട്ടേജ് ലാഗ്സ് കറൻറ്റ് ബൈ എ ഫേസ് ഫാക്ടർ പൈ ബൈ 2. അങ്ങനെയും പറയാം. നമുക്ക് ഇങ്ങനെ പറയുന്നത് ഒന്നുകൂടി സ്റ്റാൻഡേർഡ് മോഡൽ. അപ്പോൾ നമുക്ക് ഈ ഒരു ഇത് നിർബന്ധമായും ഓർത്ത് വെക്കാം. ഓക്കെ, നേരത്തെ നമ്മൾ കറൻറ്റിൻ്റെയും അതുപോലെ വോൾട്ടേജിൻ്റെയും കൂടി ഒരുമിച്ചൊരു പ്ലോട്ട് നമ്മൾ വരച്ചിരുന്നു. അതുപോലെ ഇവിടെ നമുക്ക് പ്ലോട്ട് ചെയ്യാൻ പറ്റും. ഇവിടെ നമ്മൾ പ്ലോട്ട് ചെയ്യാമെന്ന് വെക്കാം. ഓക്കെ, ആദ്യം നമ്മൾ വോൾട്ടേജിൻ്റെ പ്ലോട്ട് വരയ്ക്കാം. ഈയുടെ പ്ലോട്ട് വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ തന്നെ നേരത്തെ പറഞ്ഞു. ഓക്കെ, ഇതാണ് എന്ത് E0. ഇത് E ആണ് കേട്ടോ. ഇനി ഐൻ്റെ പ്ലോട്ട് വരച്ച് നോക്കാം. ഐയുടെ പ്ലോട്ട് എങ്ങനെ ആയിരിക്കും? I ഈക്വൽ ടു I0. I ഈക്വൽ ടു എന്താണ്? I0 സൈൻ ഒമേഗ ടി പ്ലസ് പൈ ബൈ 2 എന്നാണ്. അപ്പോൾ ഒന്നെങ്കിൽ ഇങ്ങനെ കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ഇത് കൺവേർട്ട് ചെയ്യുന്നതിൻ്റെ മുമ്പത്തെ ഫോം ഉണ്ടല്ലോ, I ഈക്വൽ ടു I0 കോസ് ഒമേഗ ടി എന്നുള്ളത്, അതിൽ കൊടുത്താലും മതി. അതിൽ കൊടുക്കുകയാണെങ്കിൽ രണ്ടും എളുപ്പമാണ്. ഇതിൽ കൊടുക്കുന്നതായിരിക്കും ഒന്നും കൂടി എളുപ്പം. ഓക്കെ, രണ്ടും ഒന്നാണ്, പക്ഷേ ഇതിൽ കൊടുക്കുന്നത് ഒന്നും കൂടി എളുപ്പം. അതായത് 0 മാക്സിമം ആയിരിക്കും. പിന്നെ എന്താ I0 എന്ന് പറഞ്ഞാൽ എന്തായാലും കറൻറ്റ് വോൾട്ടേജിനേക്കാൾ ഒന്നും കൂടി കുറവായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ നേരത്തെ പ്യുവർ റെസിസ്റ്റീവിൽ കുറവല്ലേ, അതുപോലെ ഇവിടെയും കുറവായിരിക്കും കറൻറ്റ് എപ്പോഴും. കാരണം അത് നിങ്ങൾക്ക് ഒന്നും കൂടി കഴിയുമ്പോൾ മനസ്സിലാവും. കാരണം എന്താണ്? എപ്പോഴും വോൾട്ടേജിനെ ഒരു ഫാക്ടർ കൊണ്ട് ഹരിക്കുമ്പോഴാണ് കറൻറ്റ് കിട്ടില്ല. സ്വാഭാവികമായിട്ടും കറൻറ്റിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വോൾട്ടേജിൻ്റെ ആംപ്ലിറ്റ്യൂഡിനേക്കാൾ കുറവായിരിക്കും. സോ ഇവിടെ മാക്സിമം ആയിരിക്കും. കോസ് ഒമേഗ ടി അല്ലേ, അപ്പോൾ 0 ഒമേഗ ടി, ഇത് ഒമേഗ ടി ആണ്. ഒമേഗ ടിയിൽ 0 മാക്സിമം, പിന്നെ പൈ ബൈ 2 മിനിമം, പിന്നെ ഇവിടെ നെഗറ്റീവ് മാക്സിമം, പിന്നെ 0.
ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ പിന്നെ ഇവിടെ ഇങ്ങനെയൊക്കെ. ഇങ്ങനെയാണ്. ഇതാണ് ഇത് ഐ. ഓക്കെ, അപ്പോൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ പോയിന്റ് ഇതാണ്, കറൻറ്റ് ലീഡ്സ് വോൾട്ടേജ് ബൈ ഫേസ് ഫാക്ടർ π/2. ഇനി അടുത്ത ടോപ്പിക്ക് ഇതിൽ തന്നെ അടുത്തത് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റർ എ സി സർക്യൂട്ടിൽ ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ എഫക്റ്റ് എന്താണെന്നാണ് ഇനി പറയുന്നത്. അതായത് നിങ്ങൾക്കറിയാം കപ്പാസിറ്റർ ഡി സി സർക്യൂട്ടിൽ ഉപയോഗിച്ചാൽ അത് കറണ്ടിനെ ബ്ലോക്ക് ചെയ്യും എന്നൊക്കെ. അപ്പോൾ അത് എങ്ങനെയാണ് ആ ബ്ലോക്കിംഗ് വരുന്നത് നമുക്ക് നോക്കാം. നമുക്കറിയാം, നമ്മൾ കൺസിഡർ ചെയ്തതിൽ E is equal to E0 sin omega t, I equal to E0 c omega cos omega t എന്നല്ല കിട്ടിയത്, cos omega t അങ്ങനെയല്ലേ നേരത്തെ ഇവിടെ കിട്ടിയത്. ഇത് ഈക്വേഷൻ. ഓക്കെ, ഈക്വേഷൻ അതുതന്നെയാണ് ഇത്. രണ്ട് എഴുതിയാലും പ്രശ്നമില്ല. ഈ I0 എന്ന് പറഞ്ഞാൽ എന്താ, E0 c ഒമേഗ. ഓക്കെ, അപ്പോൾ ഈ ഒരു റിസൾട്ടിനെ നമ്മൾ അനലൈസ് ചെയ്യാണ്. ഓക്കെ, നേരത്തെ നമുക്ക് പ്യൂർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ I ഈക്വൽ ടു E0 ബൈ R കോസ് സൈൻ ഒമേഗ ടി എന്നല്ലേ അതിന് കിട്ടിയത്. ഇവിടെ ഇതിനെ നമ്മൾ I0 എന്ന് വിളിച്ചത്, ഇവിടെ ഈ ക്വാണ്ടിറ്റിനെ നമ്മൾ I0 എന്ന് വിളിച്ചത്. ഓക്കെ, കോസ് ഒമേഗ ടി ഇങ്ങനെയും പറയുകയാണെങ്കിൽ I0 കോസ് ഒമേഗ ടി, അല്ലെങ്കിൽ I0 സൈൻ ഒമേഗ ടി പ്ലസ് π/2 അങ്ങനെയും പറയാം. എങ്ങനെയാലും കുഴപ്പമില്ല. എനിവേ I0 ഈക്വൽ ടു I0 എന്ന് പറഞ്ഞാൽ എന്താ, I0 എന്ന് പറഞ്ഞാൽ E0 c ഒമേഗ എന്നാണ്. ഇതിനെ മറ്റു E0 നേരത്തെ ഇവിടെ E0 മേലെ 6 റെസിസ്റ്റൻസ് അടിയിൽ എന്നതുപോലെ തന്നെ ഇവിടെ എഴുതാം. E0 ബൈ സി ഒമേഗ എന്ന് എഴുതാൻ പറ്റില്ല. 1/c ഒമേഗ, 1/c ഒമേഗനെ അടിയിൽ കൊണ്ടുപോയി എഴുതി കൂടെ. A/1/b എന്ന് പറഞ്ഞാൽ എന്താ, നേരെ ഈ ഡിനോമിനേറ്ററിനെ മറിച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക, A ഇൻറ്റു ബി. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ A ഇൻറ്റു ബി എന്നുള്ളതിനെ ഇങ്ങനെ ന്യൂമറേറ്ററിനെ അടിയിൽ കൊണ്ടുപോകുമ്പോൾ അടിയിലൊരു രണ്ട് തവണ ഡിനോമിനേറ്റർ ആക്കിയത്. അപ്പോൾ എന്താവും, E0 ബൈ 1/c ഒമേഗ I0. നമുക്കറിയാം ഓംസ് ലോ പ്രകാരം I ഈസ് ഈക്വൽ ടു V/R ആണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഇക്ക് ഡയമെൻഷൻ ഓഫ് വോൾട്ടേജാണ്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഡയമെൻഷൻ എന്തായിരിക്കും, ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ് ആയിരിക്കും. ഡയമെൻഷൻ ഓഫ് വോൾട്ടേജാണ്, ഡയമെൻഷൻ ഓഫ് റെസിസ്റ്റൻസ്. അങ്ങനെയാണെങ്കിൽ ഈ റെസിസ്റ്റൻസ്, ഈ AC സർക്യൂട്ടിൽ കപ്പാസിറ്റർ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു റെസിസ്റ്റൻസ് ഉണ്ട്. ആ റെസിസ്റ്റൻസിനെ വിളിക്കുന്ന പേരാണെന്ത്, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് AC സർക്യൂട്ടിൽ കപ്പാസിറ്റർ ഉപയോഗിച്ചാൽ അത് പ്രൊവൈഡ് ചെയ്യുന്ന റെസിസ്റ്റൻസ് എഫക്റ്റ് ഉണ്ട്. റെസിസ്റ്റൻസിൻ്റെ അതേ ഒരു സ്വഭാവം, അതിനെ വിളിക്കുന്ന പേരാണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അതിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ലെറ്റർ XL. ഈ XL എന്ന് പറഞ്ഞാൽ എന്താ, XL എന്ന് പറഞ്ഞാൽ ഈ 1/c ഒമേഗ. ഓക്കെ, ഒമേഗ എന്ന് പറഞ്ഞാൽ ആംഗുലാർ ഫ്രീക്വൻസി, ഇനിയും പറയാം. ആംഗുലാർ ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒമേഗ ഈസ് ഈക്വൽ ടു 2π/ν. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ XL ഇവിടെ ബ്രാക്കറ്റിൽ എന്ന് പറയാം. XL ഈസ് ഈക്വൽ ടു 1/c ഇൻറ്റു 2π/ν. അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ XL ഈസ് ഈക്വൽ ടു 1/2πc ν.
എ സി സർക്യൂട്ടിൽ ന്യൂ എന്ന് പറഞ്ഞാൽ ഫോർ എ സി സർക്യൂട്ട് ന്യൂ നോട്ട് ഈക്വൽ ടു 0 അല്ലല്ലോ. കാരണം എ സി സർക്യൂട്ടിൽ ഫ്രീക്വൻസി ഉണ്ടാവും, ഇതിങ്ങനെ ഓസിലേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്രീക്വൻസി ഒരു നല്ലൊരു വാല്യൂ ഉണ്ടാവും. ഫ്രീക്വൻസി എത്ര കൂടുന്നോ അത്രയും കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് കുറയും, കാരണം ഇത് ഡിനോമിനേറ്ററിലാണ്. സ്വാഭാവികമായിട്ടും ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് ഈ റെസിസ്റ്റൻസ് എഫക്റ്റ് കുറവാകും. അതുകൊണ്ട് തന്നെ കൂടുതൽ കണ്ടക്ഷൻ പോസിബിൾ ആകും. ഓക്കെ, ഈ ഫ്രീക്വൻസി കുറഞ്ഞു നിൽക്കാം. അങ്ങനെയാണെങ്കിലോ ഈ എക്സൽ കൂടാൻ തുടങ്ങും, റെസിസ്റ്റൻസ് എഫക്റ്റ് കൂടാൻ തുടങ്ങും. അപ്പോൾ ഫോർ ഡി സി സർക്യൂട്ട് ന്യൂ ഈക്വൽ ടു 0 അല്ലേ, ഇങ്ങനെ കാരണം ഡി സി സോഴ്സിൽ. അപ്പോൾ ന്യൂ ഈസ് ഈക്വൽ ടു 0 ആണ് ഡി സി ആകുമ്പോൾ. ന്യൂ ഈക്വൽ ടു 0 എന്ന് കൊടുത്താൽ എക്സൽ എന്താ വരിക? എക്സൽ ഈക്വൽ ടു 1/0, അതായത് ഇൻഫിനിറ്റി. ഹൈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. അങ്ങനെ പറഞ്ഞാൽ നോ കറൻറ്റ് will flow through the circuit. That is capacitor, അതായത് കപ്പാസിറ്റർ ഡി സി സർക്യൂട്ടിൽ ഉപയോഗിച്ചാൽ കറണ്ട് ഫ്ലോനെ ബ്ലോക്ക് ചെയ്യും. ദാറ്റ് ഈസ് കപ്പാസിറ്റർ ബ്ലോക്ക് ഡി സി. അടുത്തത് ബ്ലോക്കിംഗ് കപ്പാസിറ്റർ എന്താണ്? നമ്മൾ പറഞ്ഞു ലോ ഫ്രീക്വൻസിയിൽ എന്ത് ചെയ്യും, ഈ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് വളരെ കൂടുതലായിരിക്കും. കാരണം ഫ്രീക്വൻസി അടിയിലാണ് വരുന്നത്, ഡിനോമിനേറ്ററിലാണ്. അപ്പോൾ എന്ത് ചെയ്യുക, എ കപ്പാസിറ്റർ ഓഫർ ഹൈ റിയാക്റ്റൻസ് in low frequency is called blocking capacitor. അടുത്ത് bypass capacitor. A capacitor offer low reactance in high frequency. High frequency is called bypass capacitor. അപ്പോൾ നമുക്കൊരു എ സി നമുക്കിപ്പോൾ കുറച്ച് ഡി സി കമ്പോണൻറ്റ് ഒരു സർക്യൂട്ടിൽ നിന്ന് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, അതിന് നമുക്കൊരു ഫിൽട്ടറായിട്ട് ഈ കപ്പാസിറ്ററെ നമുക്ക് ഉപയോഗിക്കാം. എന്തുകൊണ്ട്? കപ്പാസിറ്റർ ഡി സി കമ്പോണൻറ്റിനെ ബ്ലോക്ക് ചെയ്യും, എ സിയെ മാത്രം കടത്തിവിടും. ഓക്കെ, ഇനി അടുത്തത് പവർ. നമ്മളിപ്പോൾ നേരത്തെ കണ്ട പോലെ തന്നെ പ്യൂർ റെസിസ്റ്റീവിൽ കണ്ട പോലെ തന്നെ ഇനി പവർ എന്താണെന്ന് നോക്കാം. പവർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് പവർ. അത് നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ഉണ്ടാക്കാം. നമുക്ക് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് EMF അറിയാം, അതുപോലെ കറൻറ്റും അറിയാം. പവർ ഇൻസ്റ്റൻറ്റേനിയസ് പവർ അറ്റ് എനി ഇൻസ്റ്റൻറ്റ്, ദാറ്റ് ഈസ് ഇൻസ്റ്റൻറ്റേനിയസ് പവർ എന്ന് പറഞ്ഞാൽ എന്താ? P ഇൻസ്റ്റൻറ്റേനിയസ് IV, അതായത് ഇൻസ്റ്റൻറ്റേനിയസ് വാല്യൂ ഓഫ് IV. ഇത് ഇൻസ്റ്റൻറ്റേനിയസ് ദാറ്റ് ഈസ് അതിൻ്റെ ജനറൽ എക്സ്പ്രഷൻ എന്താ? I is equal to I0 cos omega t അല്ല ഇവിടെ കിട്ടിയത്. V എന്ന് പറഞ്ഞാൽ എന്താ? V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ്, അത് E0 sin omega t. അതൊക്കെ നമ്മൾ ഓൾറെഡി ആദ്യം കൺസിഡർ ചെയ്താൽ നമുക്ക് കിട്ടിയ ഇതുകളാണ്. കൊടുത്താൽ എന്താവും? I0 E0
കോസ് ഒമേഗ ടി സൈൻ ഒമേഗ ടി. അതായത് I0 E0/2 ഇങ്ങനെ എഴുതി കൂടെ. സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ സൈൻ തീറ്റ 2 സൈൻ തീറ്റ കോസ് തീറ്റ 2 സൈൻ 2 തീറ്റ പറഞ്ഞാൽ സൈൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 സൈൻ തീറ്റ കോസ് തീറ്റ അല്ലേ. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റ എന്താ 1/2 സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റേൻ്റെ ഹാഫ് അല്ലേ സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ. അതിവിടെ കൊടുത്താൽ എന്താവും, ഇവിടെ ഇപ്പോൾ ഈ ഇവിടെ ഇതിന് പകരം നമുക്ക് 1/2 സൈൻ 2 തീറ്റ എന്ന് കൊടുക്കാം. അതാണ് ഇവിടെ ഇതിൻ്റെ ഹാഫാണ് ഇവിടെ അടിയിൽ. ഒന്നുകൂടി പറയാണെങ്കിൽ ഇങ്ങനെയാണ് ഉള്ളത് ഓൾറെഡി. ഇങ്ങനെയാണ് നമ്മുടെ മുമ്പത്തെ സ്റ്റെപ്പ്. അപ്പോൾ ഈ ഇത് കോസ് തീറ്റ സൈൻ തീറ്റയാണ്. അപ്പോൾ അതിന് പകരം സൈൻ 2 ഒമേഗ T/2 എന്ന് കൊടുക്കാം. ഓക്കെ, അതായത് സൈൻ 2 തീറ്റ ഇസ് ഈക്വൽ ടു 2 സൈൻ തീറ്റ കോസ് തീറ്റ. അപ്പോൾ സൈൻ തീറ്റ കോസ് തീറ്റയ്ക്ക് പകരം സൈൻ 2 തീറ്റ/2 കൊടുക്കാം. ഒരു ഹാഫ് ഇവിടെ ഉണ്ടാവും, കാരണം അത് 2 ഇല്ല മേലെ, അതുകൊണ്ടാണ് ഇവിടെ ഹാഫ് വരുന്നത്. അപ്പോൾ ഇതാണ് എന്താ E0/2 സൈൻ 2 ഒമേഗ ടി. സൈൻ 2 സൈൻ 2 ഒമേഗ ടി. ഓക്കെ, പി ഇൻസ്റ്റൻറ്റേനിയസ് പവർ ഇതാണ്. അതായത് ആ സർക്യൂട്ടിൽ ഏതൊരു ഇൻസ്റ്റൻറ്റിലെയും പവർ വേണമെങ്കിൽ ഇവിടെ ടൈമിന് ഏത് ടൈമിലാണോ പവർ വേണ്ടത് ആ ടൈം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ടൈമുള്ള പവർ കിട്ടും. ഇതൊരു ടീൻ്റെ ഫംഗ്ഷനാണ്. ഇങ്ങനെ ഇതാണെങ്കിൽ ടീൻ്റെ ഫംഗ്ഷനാണ്. വേണമെങ്കിൽ ഇങ്ങനെ ടീൻ്റെ ഫംഗ്ഷനാക്കി എഴുതാം, തൽക്കാലം എഴുതുന്നില്ല. നൗ ആവറേജ് പവർ. ആവറേജ് പവർ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ആവറേജ്. ഇൻസ്റ്റൻറ്റേനിയസ് ആവറേജ് എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റൻറ്റേനിയസ് പവറിൻ്റെ ആവറേജ്. അതായത് I0 E0/2 സൈൻ 2 ഒമേഗ ടി. 2 ഒമേഗ ടീൻ്റെ ആവറേജ്. ഇതിൻ്റെ ആവറേജ് എന്താ, ഇത് കോൺസ്റ്റൻ്റ് ഒക്കെ പുറത്തെടുക്കാം. ആവറേജിൻ്റെ /2 സൈൻ 2 ഒമേഗ ടി. സൈൻ 2 ഒമേഗ ടീൻ്റെ ആവറേജ് എന്താ, നേരത്തെ നമ്മൾ പറഞ്ഞു സൈനിൻ്റെയും കൊസൈൻ്റെയും നമ്മൾ പ്യുവർ റെസിസ്റ്റീവ് സർക്യൂട്ടിൽ പറഞ്ഞു. ആവറേജ് വാല്യൂ ആണെങ്കിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാം. എന്ത് ചെയ്യാം, സൈൻ 2 ഒമേഗ ടിൻ്റെ ആവറേജ് എന്ന് പറഞ്ഞാൽ 1/t 0 to t സൈൻ 2 ഒമേഗ ടി ഡി ടി. ഇത് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ cos 2 ഒമേഗ -cos 2 ഒമേഗ T/2 ഒമേഗ കിട്ടും. പിന്നെ ലിമിറ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഒമേഗയ്ക്ക് പകരം 2π/t എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ കൊടുത്താൽ എന്ത് കിട്ടും, 0 എന്ന് കിട്ടുക. അപ്പോൾ ഇതിങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിവിടെ എന്ത് ചെയ്യാം, ഈ ഇവിടെ ഒരു സൈനോ കൊസൈനോ നമ്മൾ ആവറേജ് ഒരു ഓവർ എ പീരീഡിൽ ആവറേജ് കാണാനുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ ഉറപ്പിച്ച് പറയാം എന്ത് സൈൻ ഓഫ് എനി ഫങ്ഷൻ സൈൻ തീറ്റ ഓവർ എ പീരീഡ് ഈക്വൽ 0 ആയിരിക്കും കിട്ടുക. അപ്പോൾ അതിൽ നമുക്ക് എന്ത് കിട്ടും, ആവറേജ് പവർ ഈക്വൽ ടു പി ആവറേജ് ഈക്വൽ ടു 0 എന്ന് കിട്ടും. ആവറേജ് പവർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ താങ്ക് യു.